ജില്ലാ മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C. രത്നകുമാർ, ജനറൽ സെക്രട്ടറി A. സഫറുള്ള, KK ദിനേശൻ, മോളി സുഗുണാനന്ദൻ, PM പ്രമോദ്, KP ഭുവനേന്ദ്രൻ, CK ശ്രീകുശൻ, ദീപ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി U. രാജുമോഹൻ സ്വാഗതം പറഞ്ഞു. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികൾക്ക് പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പാക്കേജും മിനിമം കൂലിയും നടപ്പിലാക്കുക, ഹാർബർ ഐസ് പ്ലാന്റ്, മത്സ്യച്ചുമട് തൊഴിലാളികളെയും മത്സ്യവിപണന തൊഴിലാളികളെയും സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക, മത്സ്യമാർക്കറ്റ് ആധുനികവൽക്കരിക്കുക, മത്സ്യത്തിൽ മായം ചേർക്കുന്നത് ഉറവിടത്തിൽ തടയാൻ നടപടി സ്വീകരിക്കുക, മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് പരിഷ്കരിച്ച ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ നടപ്പിലാക്കുക, മത്സ്യ അനുബന്ധ തൊഴിലാളികളോടുള്ള മത്സ്യബിഡിന്റെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഞങ്ങളിപ്പോൾ നടത്തുന്നത് സൂചനാ സമരമാണ്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണ്. ആ സമരത്തിന് ന്യായമായിട്ടുള്ള പരിഹാരം കാണാൻ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഗവൺമെൻറ്റും, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് രാജ്യത്തെ പരമ്പരാഗത വ്യവസായ മേഖലയെ തകർക്കുന്നത് പോലെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ വിദേശ കുത്തകൾക്ക് അനുമതി കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തെറ്റായ നയത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയായ മത്സ്യമേഖലയിലെ തൊഴിലാളികൾ മുന്നോട്ട് പോകും. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. കടലിൽ പോയി മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മുൻനിർത്തി ഒട്ടേറെ സമരങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ആ സമരങ്ങളുടെ ഭാഗമായി ഇന്ന് മത്സ്യ സംസ്കരണ വിപണന തൊഴിലാളികൾ പ്രത്യേകമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജില്ലാ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പീലിംഗ് തൊഴിലാളികൾ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നിരവധി ആയിരക്കണക്കിന് വരുന്ന പീലിംഗ് ഷെഡുകൾ നമ്മുടെ ജില്ലയിലുണ്ട്. ആ പീലിംഗ് ഷെഡുകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് ആരോഗ്യ പരിരക്ഷയില്ല. അവർക്ക് ന്യായമായിട്ടുള്ള ആനുകൂല്യം എന്ന തരത്തിൽ ലഭിക്കേണ്ട ESI ആനുകൂല്യം യഥാസമയം ലഭിക്കുന്നില്ല. ESI ആനുകൂല്യം തന്നെ നിഷേധിക്കപ്പെടുന്നു. ഇത് തിരുത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ചെമ്മീൻ പീലിംഗ് തൊഴിലാളികൾക്ക് പ്രത്യേക ആരോഗ്യ പരിരക്ഷ പാക്കേജും മിനിമം കൂലിയും നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇന്ന് ജീവിത പ്രയാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ദൈനംദിനം നമ്മുടെ അവശ്യ സാധന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പീലിംഗ് തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിന് അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിവേഗം ഈ കാര്യത്തിൽ ഇടപെടാൻ കേരള സർക്കാരും തയ്യാറാകണമെന്നാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്.